Q2 റിസൾട്ടുകളെല്ലാം വന്നു കഴിഞ്ഞു. എൻ്റെ പോർട്ട്ഫോളിയോ സ്റ്റോക്കുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. Q2 റിസൾട്ടിൽ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുകളിലെ സെയിൽസ് ഗ്രോത്തും അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്തും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ Q1 എൻഡ് ചെയ്ത സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 49-50% അറൗണ്ട് 50% സെയിൽസ് ഗ്രോത്ത്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാലും ഏകദേശം 110% ഉണ്ടായിരുന്നു പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ അതായിരുന്നു Q1 റിസൾട്ടിന് ശേഷം എൻ്റെ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ്. സോ ഇനി നമുക്ക് Q2 റിസൾട്ടിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതേപോലെ പറയേണ്ട ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സംസാരിക്കുന്നത് സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്ന ആവറേജ് സെയിൽസ് ഗ്രോത്ത് ആണ്. അതായത് വെയിറ്റഡ് ആവറേജ് അല്ല, ഡയറക്റ്റ് ആവറേജ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ എൻ്റെ കയ്യിലുള്ള പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളുടെ എല്ലാത്തിൻ്റെയും സെയിൽസ് ഗ്രോത്ത് എടുത്ത് അതിൻ്റെ സം എടുത്ത് അതിനുശേഷം അതിൻ്റെ ടോട്ടൽ എത്ര നമ്പർ ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ ആവറേജ് ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്തും അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം. അതേപോലെ രണ്ടാമത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ ഉള്ളത് Q2 26 സ്റ്റോക്കാണ് ഇന്നത്തെ ദിവസം. ഇന്നിപ്പോൾ നവംബർ 29 ഈ വീഡിയോ ചെയ്യുന്നത്. സോ അപ്പോൾ 26 സ്റ്റോക്കാണ് എൻ്റെ കയ്യിൽ ഹോൾഡിംഗ് ആയിട്ടുള്ളത്. അതിൽ 4 സ്റ്റോക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് അത് ടേൺ അറൗണ്ട് സ്റ്റോറികളാണ്. സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും താഴേക്ക് പോയതിനു ശേഷം കുറച്ച് നാൾ അവിടെ കിടക്കുക, അതിനുശേഷം നല്ല രീതിയിൽ പെർഫോമൻസ് തിരിച്ചു വരികയും വീണ്ടും ആ ഹൈ സെയിൽസിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന സ്റ്റോക്കുകളാണ്. സോ അതുകൊണ്ട് തന്നെ ടേൺ അറൗണ്ട് ബിസിനസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 4 എണ്ണം ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സ്റ്റോക്കുകളിൽ സെയിൽസ് ഗ്രോത്ത് നോർമലാണ്. അതിൻ്റെ പക്ഷേ പ്രോഫിറ്റ് ഗ്രോത്ത് കഴിഞ്ഞ Q2 നോക്കിയാൽ ചെറിയ പ്രോഫിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വലിയ പെർസെൻറ്റേജ് എടുത്ത് നോക്കിയാൽ പ്രോഫിറ്റ് ഗ്രോത്ത് വളരെ വലിയ പെർസെൻറ്റേജ് ആണ്. ഒരു കമ്പനിയിൽ 450% മുകളിൽ. കാരണം അവർ അതിന് മുമ്പുള്ള ബേസ് വളരെ ചെറുതായിരുന്നു. അതുപോലെ രണ്ടാമത്തെ കമ്പനിയിൽ ഏകദേശം 1000%-ഓളമാണ് പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. സോ അത് രണ്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്തിന്റെ വേറെ ഒരുപാട് മുകളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് 4 സ്റ്റോക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ടേൺ അറൗണ്ട് സ്റ്റോറികൾ ആയതുകൊണ്ട് തന്നെയാണ്. രണ്ടെന്ന് പറയുന്നത് പ്രോഫിറ്റ് ഗ്രോത്ത് ഒരുപാട് പെർസെൻറ്റേജ് കൂടുതൽ കാണിക്കുന്നുണ്ട്. 450%, 1000% കാണിക്കുന്നുണ്ട്. അതിന്റെ ബേസ് കുറവായിരുന്നു കഴിഞ്ഞ തവണ. അതുകൊണ്ട് സോ ആ 2 കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫിഗറിലേക്ക് കടക്കാം. എൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ 26 സ്റ്റോക്കുകളാണ് ഇപ്പം ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ Q2 എൻഡ് ചെയ്തതിന് ശേഷം, അതായത് സെപ്റ്റംബർ 30 ശേഷം ഒക്ടോബറിലും നവംബറിലുമായിട്ട് ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ എൻ്റെ പോർട്ട്ഫോളിയോ ഒഴിവാക്കി അതേപോലെ പുതിയതായിട്ട് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 26 സ്റ്റോക്കാണ് ഇപ്പോൾ ഉള്ളത്. അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 9 സ്റ്റോക്കുകളാണ് ഞാൻ പുതിയതായിട്ട് ആഡ് ചെയ്തത്. കഴിഞ്ഞ Q1 ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ ഈ Q2 തീരുന്നിടം വരെ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇല്ലായിരുന്ന 9 പുതിയ സ്റ്റോക്കുകൾ ഞാൻ ഈ Q2 ശേഷം എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഹോൾഡ് ചെയ്തിരുന്ന 6 കമ്പനികൾ കംപ്ലീറ്റ് ആയിട്ട് വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. എൻ്റെ പോർട്ട്ഫോളിയോയിൽ നിന്ന് അതിൻ്റെ പോർട്ട്ഫോളിയോ അവരുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 0 ആക്കിയിട്ടുണ്ട്. സെല് ചെയ്ത് കംപ്ലീറ്റ് മൊത്തം ക്വാണ്ടിറ്റി സെല് ചെയ്ത് 6 സ്റ്റോക്കുകളുണ്ട്. അതേപോലെ ഒരു സ്റ്റോക്കിന്റെ പ്രോഫിറ്റ് ഞാൻ ഹാഫ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിന്റെ സെയിൽസ് ഗ്രോത്ത് ഫ്യൂച്ചറിലേക്ക് താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ അലോക്കേഷൻ ഉള്ള ഒരു സ്റ്റോക്ക് കൂടായിരുന്നു. എൻ്റെ ടോപ്പ് 3 ഉണ്ടായിരുന്ന സ്റ്റോക്ക് ആയിരുന്നു അത്. അവിടെ കൊണ്ട് തന്നെ പാർഷ്യൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള 6 സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ട് വിറ്റ് ഒഴിവാക്കി. അതിനുശേഷം ഈ കിട്ടിയ ആ സെല് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ പുതിയതായിട്ട് ഒരു 9 സ്റ്റോക്ക് മേടിച്ചു എന്ന് പറഞ്ഞില്ല, അതും വാങ്ങാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ പോർട്ട്ഫോളിയോയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 6 കമ്പനികളിലേക്ക് ഞാൻ എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നോർമലി ചെയ്യാറുള്ളതാണ്. സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരെ, അല്ലെങ്കിൽ സെല് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളിലേക്ക് ആ പൈസ ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്. സോ അങ്ങനെ 6 കമ്പനികളിലേക്ക് ഞാൻ എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്തു. അതേപോലെ 9 സ്റ്റോക്കുകൾ പുതിയതായിട്ട് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അങ്ങനെ 26 സ്റ്റോക്സ് ആണ് എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ളത്. അതിൽ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മാത്രമാണ് 100% മുകളിൽ ഗ്രോ ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഈ ടേൺ അറൗണ്ട് സ്റ്റോറിയിലുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ആ ഒരു സ്റ്റോക്ക് മാത്രമേ 100% മുകളിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഇപ്പൊ 50-നും 100-നും ഇടയ്ക്ക് സെയിൽസ് ഗ്രോത്ത് ഉള്ള 50% തൊട്ട് 100%-നുള്ളിൽ സെയിൽസ് ഗ്രോത്ത് ഉള്ളത് ഏകദേശം 13 കമ്പനികളുണ്ട്. അതായത് ഞാൻ ഹോൾഡ് ചെയ്യുന്ന എൻ്റെ പോർട്ട്ഫോളിയോയിൽ 13 കമ്പനികൾ 50% തൊട്ട് 100% ഇടയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. 25%-നും 50%-നും ഇടയ്ക്ക് ഗ്രോ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പോർട്ട്ഫോളിയോയിലെ 7 സ്റ്റോക്കുകളാണ് ആ രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ടോട്ടൽ നോക്കിയാൽ 25%-ന് മുകളിലാണ് എൻ്റെ 26 പോർട്ട്ഫോളിയോയിൽ ഏകദേശം 21 സ്റ്റോക്കും 25%-ന് മുകളിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 5 കമ്പനികൾ മാത്രമാണ് 25%-ന് താഴെ ഗ്രോ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കുറവെന്ന് പറയുന്നത് 16%. ടേൺ അറൗണ്ട് കമ്പനികൾ ഒഴിവാക്കിയതിനു ശേഷം ഉള്ളതിൽ ഏറ്റവും കുറവെന്ന് പറയുന്നത് 16%. ആ കമ്പനിയും അതിന്റെ സെക്ടറിൽ ആ രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനിയാണ്. ആ 16% എന്ന് പറയുന്നു അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയ കമ്പനികളാണ്. ഇങ്ങനെ ഇവരുടെ ടോട്ടൽ സെയിൽസ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മൊത്തം 26 കമ്പനികളിൽ ഈ ഞാൻ ഒഴിവാക്കേണ്ട കമ്പനികൾ ഒഴിവാക്കിയതിനു ശേഷം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മൊത്തം പോർട്ട്ഫോളിയോയുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 53%. കഴിഞ്ഞ Q1 എൻഡ് ചെയ്ത സമയത്ത് 50% ആയിരുന്നെങ്കിൽ ഇത് Q2 എൻഡ് ചെയ്യുന്ന സമയത്ത് 53% പോർട്ട്ഫോളിയോയുടെ സെയിൽസ് ഗ്രോത്ത്.
അതേ സമയത്ത് പോർട്ട്ഫോളിയോയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 111% ഈ ക്വാർട്ടർ Q2 എൻഡ് ചെയ്ത സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 ഹൈ ഗ്രോത്ത് ഉള്ള 2 ഒഴിവാക്കിയതിന് ശേഷമുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 111%. കഴിഞ്ഞ Q1 അത് 109, 110% അതിപ്പോൾ 111% ഉണ്ട്. അതായത് എൻ്റെ സെയിൽസ് ഗ്രോത്തിന്റെ ഇരട്ടിക്ക് മുകളിലുണ്ട് എൻ്റെ പോർട്ട്ഫോളിയോയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലുള്ള മൊത്തം പോർട്ട്ഫോളിയോയിൽ ടേൺ അറൗണ്ട് സ്റ്റോക്കുകൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ സ്റ്റോക്കുകളിലും എനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ എൻ്റെ പോർട്ട്ഫോളിയോ സ്റ്റോക്കുകളെല്ലാം വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സെയിം ടൈമിൽ നമ്മൾ നിഫ്റ്റി 50 നോക്കിയാൽ നിഫ്റ്റിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 10% താഴെയാണ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്തും അതിലും താഴെയാണ് ഈ Q2. കഴിഞ്ഞ ഒരു 5-6 ക്വാർട്ടറായിട്ട് നോക്കിയാൽ തന്നെ നിഫ്റ്റി ഏകദേശം 10% താഴെ തന്നെയാണ് സെയിൽസ് ഗ്രോത്തും അതേപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്തും വന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട് നിഫ്റ്റി ആദ്യം മൂവ് ചെയ്യുന്ന സമയത്ത് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഇപ്പോൾ മൂവ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ പോർട്ട്ഫോളിയോ നോക്കിയാൽ അങ്ങനെയല്ല. എൻ്റെ കമ്പനികളൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട കമ്പനികളെല്ലാം തന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. മിക്കവാറും നെഗറ്റീവിലുള്ള കമ്പനികളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ ഗ്രീനിലായിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. പോർട്ട്ഫോളിയോ മൊത്തത്തിൽ നല്ല രീതിയിൽ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം ഇതാണ്. ഇതിന്റെ കൂടുതൽ ഒരു ബുൾ റാലി എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പനികൾ അതിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതേപോലെ ഞാൻ ഈ ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നതിനകത്തെ കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഞാൻ ഈ ഒരു ക്വാർട്ടർ എൻഡ് ചെയ്ത് ഈ 2 മാസത്തിനുള്ളിൽ എൻ്റെ 9 സ്റ്റോക്കുകൾ പുതിയതായിട്ട് ആഡ് ചെയ്യുക, 6 സ്റ്റോക്ക് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 6 സ്റ്റോക്കുകളിൽ എക്സ്ട്രാ ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റോക്കിനെ പകുതിയായിട്ട് എൻ്റെ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. സോ ഈ രീതിയിലെല്ലാം നമുക്കത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഇതിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ആക്റ്റീവ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ Q2 റിസൾട്ടിന് ശേഷം എൻ്റെ പോർട്ട്ഫോളിയോയിൽ സംഭവിച്ചത്. നമുക്ക് എന്തായാലും Q2 കഴിഞ്ഞിട്ട് ഇനി Q3യുടെ റിസൾട്ട് വരുന്ന സമയത്ത് Q3യിൽ എൻ്റെ പോർട്ട്ഫോളിയോ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.